സുൽസാൻസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് നമ്മുടെ മലയാളത്തിൽ കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സിനിമകളുണ്ട്. നമ്മുടെ സിനിഫൈൽസ് എല്ലാവരും മിക്കവാറും കണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മോസ്റ്റ്ലി ചിലവർ കേൾക്കാത്ത ആയിരിക്കും മേ ബി. പിന്നെ അവർ കാണാത്തവരാണെങ്കിൽ ഞാൻ പറയാൻ പോലെ മിക്കവരും കണ്ടുണ്ടാവും. എങ്കിൽ പോലും കാണാത്തവർക്കായിട്ട് ഞാൻ പറയാം, കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ത്രില്ലേഴ്സ് ഉണ്ട് നമ്മുടെ മലയാളത്തിൽ. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് എന്തായാലും കണ്ടിരിക്കുക. നമ്മുടെ ആദ്യത്തെ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിൽ കിടക്കാം. ആദ്യത്തെ സിനിമയുടെ ഇരുൾ എന്ന സിനിമയാണ്. നമ്മുടെ ഫഹദ് ഫാസിലുണ്ട്, പിന്നെ ദർശന രാജേന്ദ്രനുണ്ട്, സൗബിനുണ്ട്. മെയിൻലി സിനിമയുടെ പ്ലോട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം, എന്നാലേ നിങ്ങൾക്ക് കാണാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവുള്ളൂ. നമ്മുടെ സൗബിനും ദർശന രാജേന്ദ്രൻ ജസ്റ്റ് അവർ കാറിൽ പോകണു, ജസ്റ്റ് ബ്രേക്ക് ഡൗൺ ആണ്, അവർ വീട്ടിൽ ചെല്ലണു. അതിനുശേഷം ആ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് 3 കഥാപാത്രങ്ങളുള്ളൂ. എനിക്ക് തോന്നുന്നത് കുറച്ച് അത്യാവശ്യം നല്ല വർഷമായിട്ടുണ്ടാവും. കൊറോണയ്ക്ക് മുന്നേ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് സാധനം തന്നെയാണ്. ഏറ്റവും അവസാനത്തെ ഒരു ചെറിയ ട്വിസ്റ്റ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ 3 മെയിൻ ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ 3 കഥാപാത്രങ്ങളുള്ളൂ ഈ സിനിമയിൽ. നമ്മുടെ ബ്രഹ്മയുഗമൊക്കെ പോലെ മെയിൻ 3 കഥാപാത്രമുള്ളൂ. ആ 3 കഥാപാത്രത്തെ പറ്റി നല്ല കിടിലാനായിട്ട് സിനിമ അധികം നേരമില്ല. എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ സംതിങ് എന്തേ ഉള്ളൂ. നെറ്റ്ഫ്ലിക്സിലാണ് സിനിമ അവൈലബിൾ ആണ്. നിങ്ങൾ എന്തായാലും കാണാൻ ആഗ്രഹിക്കുന്നതാണ് ജസ്റ്റ് എന്തായാലും പോയി കാണാം. അടുത്ത സിനിമ നമ്മുടെ നായാട്ട് എന്ന സിനിമയാണ്. നമ്മുടെ ജോജി ജോർജ് ഉണ്ട്, സൗബിനുണ്ട്, നിമിഷയുണ്ട്. സൗബിനല്ല, കുഞ്ചാക്കോ ബോബനുണ്ട്, നിമിഷയുണ്ട്. ഇവർ 3 പേരാണ് ഉള്ളത്. മാർട്ടിൻ പ്രക്കാട്ടാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ചിത്രമാണ് നായാട്ട്. കാരണം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ത്രില്ലർ, ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഒരു സംഭവം. അതേ ചുറ്റി അവർ അതായത് ജസ്റ്റ് ആ പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടി ഒന്ന് ഒളിച്ച് താമസിക്കണം. ആ ഭാഗങ്ങൾ ഒക്കെ ഭയങ്കര നൈസാണ്. ഏറ്റവും അവസാനം നമുക്കൊരു ക്ലൈമാക്സ്, ഇപ്പം റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ മിക്ക സിനിമയിലും അതായത് നമുക്ക് തരുന്ന ഒരു ക്ലൈമാക്സ് ആണ്, അതായത് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റണം. അപ്പോൾ അതേ ടൈപ്പിലുള്ള ഒരു സിനിമയാണ് ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ. അതുപോലെ തന്നെ അടുത്ത സിനിമയാണ് നമ്മുടെ ഇരട്ട. നമ്മുടെ നെറ്റ്ഫ്ലിക്സിലെ സിനിമ അവൈലബിൾ ആണ്. നമ്മുടെ ജോജി ജോർജാണ് സിനിമയുടെ നായകൻ. 2 കഥാപാത്രമാണ്, 2 പേര് ഇരട്ടകളാണ്. നമ്മുടെ മാർട്ടിൻ പ്രക്കാട്ടാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ പുള്ളിയുടെ മിക്ക പ്രൊഡക്ഷൻ സിനിമയിലും ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആയാലും നൈസായിരുന്നു. ഇതേ ഒരു പ്ലോട്ട്, ഇതേ രീതി തന്നെ ആയിട്ടാണ്. പിന്നെ റോൻ തന്ന സിനിമയും ഏകദേശം ഈ 3 സിനിമ എടുത്താൽ പോലും മാർട്ടിൻ പ്രക്കാട്ട് തന്നെയാണ് ഇതിൻ്റെ പുറകെ. അതുകൊണ്ട് തന്നെ ഏകദേശം സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്. ഇരട്ടയും അത്യാവശ്യം മലയാളത്തിൽ സിനിമ എനിക്ക് തോന്നുന്നു വിജയിച്ചൊന്നുമില്ല, പക്ഷെ ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. നിങ്ങളെന്തായാലും പോയി കാണാം. ജസ്റ്റ് അവൻ്റെ ആ ഒരു കഷ്ടപ്പാട്, 2 സഹോദരന്മാരുടെ, അതായത് കഷ്ടപ്പാടെന്ന് ഉദ്ദേശിച്ചാൽ അവരുടെ ബാക്കിലുള്ള ട്രാജഡി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ഉള്ളത് കൊറോണ ടൈമിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് സീ യു സൂൺ എന്ന സിനിമ. നമ്മുടെ ഫഹദ് ഫാസിലുണ്ട്, പിന്നെ ദർശന രാജേന്ദ്രൻ ഉണ്ട്, റോഷൻ മാത്യൂസ് ഒക്കെ ഉണ്ട്. മഹേഷ് നാരായണാണ് സിനിമയുടെ ഡയറക്ടർ. സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. സിനിമ 2 മണിക്കൂറിന് താഴെ ഉള്ളൂ. സിനിമയുടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ലിസ്റ്റിലെ ഏറ്റവും ഒരു വെറൈറ്റി സിനിമയാണ്, ഒരു യുണീക്ക്. മേ ബി ഞാൻ ഇതുവരെ അങ്ങനത്തെ സിനിമ കണ്ടിട്ടില്ല. മൊത്തം ഒരു ഫോൺ സ്ക്രീനിലാണ് സിനിമ. എനിക്ക് തോന്നുന്നു കേട്ടൊരു അറിവ് വെച്ച് നമ്മുടെ ഐഫോണിലാണ് സിനിമ മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒട്ടും തന്നെ ബോറടിക്കത്തില്ല. പിന്നെ നമ്മളിങ്ങനെ കണ്ടിരിക്കുക, ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക, ഇത് ആ സമയത്ത് ഫോണിൽ അവർ എടുത്തതാണ്. അത് ആ ഒരു പരിമിതി വെച്ച് അത് വെച്ചൊരു കഥ ഉണ്ടാക്കി, ഒരു അത്യാവശ്യം ത്രില്ലിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഞാൻ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ചെറിയ ത്രിൽ എലമെന്റ് അങ്ങനെ പറയാം, ജസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. അത്യാവശ്യം ആരും അങ്ങനെ പറയണ കേട്ടിട്ടില്ല സീസൂനെ പറ്റി. സിനിമ എന്തായാലും ആമസോണിൽ അവൈലബിൾ ആണ്. അടുത്തത് അത്യാവശ്യം എല്ലാവരും കേട്ടുള്ള ഇലവീഴ പൂഞ്ച, നമ്മുടെ സൗബിനാണ് നായകൻ. ആമസോൺ പ്രൈമിൽ സിനിമ അവൈലബിൾ ആണ്. ഇത് ഒരു 1.5 ഐറ്റം തന്നെയാണ്. ഇലവീഴ പൂഞ്ചർ എന്ന സ്ഥലത്തിന്റെ ഭംഗി ഭയങ്കര കിടുവായിട്ട് കാണിച്ചൊരു സിനിമയാണ്. അതിന്റെ ഭയാനകത, പിന്നെ അവിടെ ഇടിമിന്നൽ സംഭവങ്ങളും, പിന്നെ അതിന്റെ സൗബിന്റെ ഒരു ബാക്ക് സ്റ്റോറി. ആ ബാക്ക് സ്റ്റോറി തുടക്കം മുതൽ കാണിക്കും ചെറിയ ഹിന്റൊക്കെ. പിന്നെ ഏറ്റവും അവസാനം നടക്കുന്ന ഒരു ടെസ്റ്റ് സാധനങ്ങളൊക്കെ ഒരു കിട്ടുന്ന സാധനമാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയാണ് ഇലവീഴ പൂഞ്ചറ. പിന്നെ നമ്മുടെ രാഹുൽ സദാശിവന്റെ ഭൂതകാലം എന്ന സിനിമയാണ്. ഇപ്പം ഒക്ടോബർ 31, അതായത് നാളത്തെ കഴിഞ്ഞ്, ഞാനിപ്പോൾ വീഡിയോ നാളെ ഇടുകയാണെങ്കിൽ നാളെ ശേഷമാണ് സിനിമ റിലീസ് ചെയ്യണത്. നമ്മുടെ ബ്രഹ്മയുഗത്തിന്റെ ഡയറക്ടർ, റെഡ് റെയിൻ്റെ ഡയറക്ടർ, ഭൂതകാലം സിനിമ സോണി ലീഡാണ്. നമ്മുടെ ഭൂതകാലത്തിൽ മെയിൻ ലീഡായിട്ട് വരുന്ന നമ്മുടെ ഷൈൻ നിഗം ഉണ്ട്, രേവതി ഉണ്ട്. ഇവരാണ് മെയിൻ 2 കഥാപാത്രങ്ങൾ. ഒരു വീടിനെ ചുറ്റിപ്പറിക്കുന്ന ഒരു കുറച്ച് നിഗൂഢമായ കാര്യങ്ങൾ
പിന്നെ ആ വീടിൻ്റെ ബാക്കിലെ കുറച്ച് നടക്കുന്ന കുറച്ച് നിഗൂഢമായ സംഭവങ്ങൾ. ഈ സിനിമ ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ പേടിച്ചൊരു സിനിമയാണ്. പണ്ട് ഞാൻ കണ്ടതാണ്. പേടിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഭയങ്കര സ്ലോ ബേസിലാണ് സിനിമ പോകണമെങ്കിൽ പോലും ആ സ്ലോ ബേസ് നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കും. പിന്നെ ജംസ്കെയർ അല്ല, നമ്മുടെ ഇപ്പൊ കോഞ്ചറിലൊക്കെ കാണുന്ന പോലെ പെട്ടെന്ന് ചാടി കയറണം, അതെല്ലാവരും പേടിക്കുന്ന ഒരു സംഭവമാണ്. അതൊരു പേടി, അതിപ്പോ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മളിപ്പോ എത്ര പേടിക്കാത്തതാണെങ്കിൽ പോലും മുന്നിൽ ആരെങ്കിലും പെട്ടെന്ന് തന്നെ ചാടി നമ്മളെന്തെങ്കിലും പേടിച്ചു പോകും. അത് റിഫ്ലക്സ് എന്ന് പറയും, അതല്ല പേടിപ്പിക്കല്. ഇത് നമ്മുടെ വാക്കുകളും കൊണ്ടും ചില സീൻസ് കൊണ്ടും സൈലൻസ് കൊണ്ടും ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ഒരു അണ്ടർ റേറ്റഡ് ത്രില്ലർ ഉൾപ്പെടുത്താം. ത്രില്ലർ തന്നെയാണല്ലോ. പിന്നെ അടുത്ത സിനിമയാണ് നമ്മുടെ ഈ സിനിമ സോണി ലിവിലാണ് ഭൂതകാലം. പിന്നെ മെയിൽ ഗോസി പുരുഷ പ്രേതം എന്ന സിനിമ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ത്രില്ലറാണ്. സോണി ലിവിലാണ് സിനിമ അവൈലബിൾ ആയിട്ട്. നമ്മുടെ ദർശന രാജേന്ദ്രൻ, അതിന് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. എനിക്ക് ഒരു ഒക്കെ ഫീല്. അണ്ടർ റേറ്റഡായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസന്റ് ഒരു സാധനം തന്നെയാണ്, അതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത്. പിന്നെ ആർക്കറിയാമെന്ന സിനിമ, നമ്മുടെ ഷർഫുദ്ദീൻ ഉണ്ട്, പാർവതി ഉണ്ട്, ബിജു മേനോൻ ഉണ്ട്. ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് എവരി വൺ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയല്ല. വളരെ സ്ലോ ആണ്. ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഓഫീസ് വെച്ചേക്കാം. അത്യാവശ്യം സ്ലോ ആണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് സ്ലോ ഇഷ്ടപ്പെടണം. അതായത് എത്ര സ്ലോയിൽ പോയാലും നിങ്ങൾ കണ്ടിരിക്കും എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഇഷ്ടപ്പെടാം. ഞാൻ അത്യാവശ്യം കണ്ടിരുന്ന ഒരു സിനിമയാണ്. അതായത് പ്രത്യേകിച്ച് ഭയങ്കര ഫസ്റ്റ് മുതൽ എനിക്ക് തോന്നുന്നു ഒരു ക്ലൈമാക്സിന്റെ തൊട്ട് മുന്നേ വരെ സിനിമ ഭയങ്കര സയൻസാണ്. ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് ചെറിയൊരു ട്വിസ്റ്റ് നമ്മൾ വരുന്നത്. ജസ്റ്റ് ആ സിനിമയുടെ നേച്ചർ, സിനിമ എൻജോയ് ചെയ്യണം ഒരാൾക്ക് മേ ബി ഇഷ്ടപ്പെടാം. ആർക്കറിയാം, എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യണ്ട. അടുത്ത സിനിമയാണ് നമ്മുടെ ലെവൽ ക്രോസ് എന്ന സിനിമ. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആണ്. എല്ലാവരും അത്യാവശ്യം കേട്ടിട്ടാണ്. ഈ റീസെന്റിലായിട്ട് കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങിയതാണ്. ഒരു ഇന്റർനാഷണൽ ലെവൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് വന്ന സാധനമാണ്. സിനിമ നമ്മുടെ ജിത്തു ജോസഫാണ് പ്രസന്റ് ചെയ്തത്, അതായത് പ്രൊഡ്യൂസ് ചെയ്തത്. നമ്മുടെ ആസിഫ് അലി ഉണ്ട്, അമല പോൾ ഉണ്ട്, ഷറഫുദ്ദീൻ ഉണ്ട്. ഇതും 3 ക്യാരക്ടേഴ്സ് വെച്ചാണ്. ഇതിപ്പോൾ ഞാൻ മിക്ക പറയുന്നതിലും 3 ക്യാരക്ടേഴ്സ് ഉള്ള സംഭവങ്ങൾ നൈസ് സാധനമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. ഒരു മരുഭൂമി ചുറ്റിപ്പറ്റി, പിന്നെ നമ്മുടെ ആസിഫ് അലിയുടെ കുറച്ച് ക്യാരക്ടേഴ്സ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നിഗൂഢ സാധനങ്ങൾ തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഇനി അടുത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സാധനം അന്താശ്ശേരി. സിനിമ സോണി ലിവിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എൻ്റെ ലിസ്റ്റിൽ ഈ സിനിമ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയാണ് അന്താശ്ശേരി. നമ്മുടെ അന്താശ്ശേരിയിലെ നായകൻ നമ്മുടെ ഷൈജു കുറുപ്പാണ്. സിനിമ എന്തായാലും ഒരു അന്താശ്ശേരി പേര് പറയണ പോലെ പുള്ളിക്കാരൻ ഒരു പോലീസുകാരനാണ്. അന്താശ്ശേരി കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. നമ്മുടെ വില്ലനും അന്താശ്ശേരി കളിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. ഏറ്റവും അവസാനം ക്ലൈമാക്സ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു നൈസ് സാധനമാണ്, ഒരു വെറൈറ്റി സാധനമാണ്. നിങ്ങൾ എന്തായാലും പോയി കാണാം. ഞാൻ ഭയങ്കര ഹൈലി റെക്കമെൻഡ് ചെയ്ത സാധനമാണ് അന്താശ്ശേരി. പിന്നെ കുരുതി എനിക്ക് അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നി. പോപ്പുലർ ആയിട്ടുള്ള സിനിമയാണ്. നമ്മുടെ പൃഥ്വിരാജിന്റെ നസ്ലിനുണ്ട്, മാമുക്കോയുണ്ട്, ഇഷ്ടംപോലെ അധികം നമ്മുടെ റോഷൻ മാത്യൂസ് ഉണ്ട്, നമ്മുടെ അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ്, ഷൈൻ ടോം ചാക്കോ ഉണ്ട്, കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്തായാലും കിടിലൻ സാധനം തന്നെയാണ്. OTT-ൽ എനിക്ക് കൊറോണ ടൈം തന്നെയാണ് സിനിമ റിലീസ് ചെയ്തത്. മിക്ക സിനിമകളും ഇത്തിരി പണ്ടത്തെയാണ്. ഐ മീൻ ഈ പറഞ്ഞതല്ല, ഇത്തിരി പണ്ടത്തെ. ആ സിനിമ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നി. ആരും അതിന് എടുത്ത് പറയണ കണ്ടില്ല. കിടിലൻ മേക്കിംഗ് ആണ്. പിന്നെ പൊളിറ്റിക്സ് ഇത്തിരി പറയാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ആ പൊളിറ്റിക്സ് അതിനെ കൃത്യമായിട്ട് മനസ്സിലായി പോലും സിനിമ ഭയങ്കര എൻജോയബിൾ ആണ്. പിന്നെ അടുത്ത സിനിമയാണ് നമ്മുടെ അന്വേഷിപ്പിൻ കണ്ടെത്തിൻ. സിനിമ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തിന് മുന്നേ ആണോ എന്നറിയില്ല. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. കിടിലൻ സിനിമയാണ്. ആ സിനിമ എനിക്ക് ഓർമ്മയുണ്ട്. സിനിമയുടെ ഒപ്പം കുറച്ച് വലിയ സിനിമകളാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഈ സിനിമ ജസ്റ്റ് ഡൗൺ ആയിപ്പോയി. എനിക്ക് തോന്നുന്നു AR ആണെന്ന് തോന്നുന്നു. അന്വേഷിക്കും കണ്ടത് നമ്മുടെ ടോബിനാണ് നായകൻ. അത്യാവശ്യം ഒരു 3 സ്റ്റോറി വെച്ചാണ് സിനിമ പറയുന്നത്. ആ പോലീസുകാരുടെ അത്യാവശ്യം കിടിലൻ തന്നെ സിനിമയാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയാണ്. അടുത്ത സിനിമയാണ് നമ്മുടെ കുറ്റവും ശിക്ഷ എന്ന സിനിമയാണ്. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഷർഫുദ്ദീൻ ഉണ്ട്, ആസിഫ് അലി ഉണ്ട്, എല്ലാവരും. നമ്മുടെ മമ്മൂട്ടിയുടെ കണ്ണൂർ സ്കോഡില്ലേ, സിനിമയുടെ സെയിം കഥയാണ്. സിനിമയ്ക്ക് അതിനു മുന്നേ ഇറങ്ങിയ സിനിമയാണ്. ഈ സിനിമയാണ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ആയിട്ടുള്ള സിനിമ. ഭയങ്കര സൈലന്റ്, ഭയങ്കര റോ ആയിട്ടാണ്. നമ്മുടെ കണ്ണൂർ സ്കോഡ് BGM അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇത് ഭയങ്കര റോ ഫോർമാറ്റില് കണ്ണൂർ സ്കോഡിലെ പോലെ ടിക്കറി വില്ലേജിലുള്ള സംഭവങ്ങളൊക്കെ പോലെ എനിക്ക് അതിനേക്കാൾ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കുറ്റവും ശിക്ഷയാണ്. കുറ്റവും ശിക്ഷയിൽ ഒരു ഭയങ്കര നാച്ചുറാലിറ്റി ഉണ്ട്. മറ്റേ സിനിമയ്ക്ക് ഇല്ലെന്നല്ല,
അതുകൊണ്ട് തന്നെ സിനിമ വിജയിച്ചില്ല. നിങ്ങൾക്ക് ഒരു റോ മെറ്റീരിയൽ സിനിമ ഇഷ്ടപ്പെടാണ്, സിനിമ എന്തായാലും കാണാം. കുറ്റശിക്ഷ നമ്മൾ അത്യാവശ്യം ഒരു ത്രില്ലിങ്, ഒരു മാലമോഷണം, അതിനുശേഷം പിന്നെ കള്ളനെ പിടി. കണ്ണൂസ് കൊണ്ട് സെയിം കഥ തന്നെ, ഇതിൽ നിന്ന് തന്നെ കണ്ണൂസ് കോഡ് എടുത്തെന്നാണ് ഞാൻ കേട്ടത്. പിന്നെ ഗോളം കഴിഞ്ഞ വർഷം എന്തോ റിലീസാണ്, ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം കിടലായിട്ടുള്ള ത്രില്ലർ. സിനിമയുടെ സ്ക്രിപ്റ്റാണ് ഏറ്റവും അടിപൊളി. നിങ്ങൾ കാണാത്തവരാണ് എന്തായാലും പോയി കാണാം. സ്ക്രിപ്റ്റ് പിന്നെ മേക്കിംഗ് കുഴപ്പമില്ല, ഡയറക്ഷനും ഒക്കെ കൂടുതലാണ്. ആ സ്റ്റോറി ടെല്ലിങ് നമ്മുടെ ദിലീഷ് പോത്തനെ ആണ് ഒരു മെയിൻ ലീഡായിട്ട് പോണത്. അയാളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ്, ഒരു കമ്പനിയിൽ നടക്കുന്ന കുറച്ച് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത സിനിമയാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ എൻ്റെ ഓൾ ഫേവറേറ്റ് സിനിമ ചുരുളി. നമ്മുടെ LJPയുടെ സിനിമയാണ്. അത്യാവശ്യം വിവാദമായ സിനിമയാണ്. സിനിമയുടെ തെരുവിളികൾ എന്നൊക്കെ അറിഞ്ഞ് നിങ്ങൾ എന്തായാലും കേട്ട് കാണും. ചുരുളി എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് LJP മൂവിയാണ്. അതിന് മലയാളത്തിൽ നിന്ന് എടുത്ത സിനിമയാണ്. പിന്നെ ആൾക്കാർ ഇങ്ങനെ തള്ളി പറയണത് തന്നെ ഞാനൊരു അണ്ടർ റേറ്റഡ് ആയിട്ട് ഇട്ടേക്കാണ്. നിങ്ങൾ വെറൈറ്റി ആഗ്രഹിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനൊരു മോശ ചിത്രമാണ്, അല്ലെങ്കിൽ ഇത് തെറിപ്പടാണ്, സമൂഹത്തിൽ ഇങ്ങനെ കുറെ അപകടങ്ങൾ, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ കാണാണ്ടിരിക്കുന്നതാണ് നല്ലത്. അല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് പോയി സിനിമ എന്തായാലും കാണാം. സോണിയിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ലൈഫിൽ കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ സിനിമ ഭയങ്കര റിപ്പീറ്റ് വാല്യാണ്. ഒരു സിനിമയുടെ ഭംഗി ഉണ്ട്. അതായത് ഇപ്പൊ 18 ദിവസത്തിനുള്ളിൽ എടുത്തൊരു സിനിമയാണെന്നാണ് ഞാൻ കേട്ടത്. പിന്നെ ഇതിന്റെ നമ്മുടെ ജോർജ് ജോർജിന്റെ വിവാദങ്ങളൊക്കെ അറിഞ്ഞു കാണും. പക്ഷെ അങ്ങനെ പറയേണ്ട കാര്യമില്ല ജോർജ് ജോർജ്, കാരണം ഇത് അദ്ദേഹത്തിന് കിട്ടിയൊരു ഗിഫ്റ്റ് എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഭയങ്കര നാച്ചുറല് കഥയാണെങ്കിൽ എത്ര പറഞ്ഞാലും, ഇപ്പൊ ഞാൻ ഒരു കഥ പറയുകയാണെങ്കിൽ അതായിരിക്കില്ല സിനിമയുടെ കഥ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പോയിന്റ്സ് ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കഥ ഉണ്ടാക്കാം. അതായത് ഇപ്പൊ ഏലിയൻസിനെ പറ്റി പറയുകയാണെന്ന് അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇത് വേറൊരു രീതിയിലാണ് പറയാം, അങ്ങനെയൊക്കെ. ചുരുള് ഒരു വൺ ടൈം അല്ല, ഭയങ്കര വണ്ടർഫുൾ ആണ്. നിങ്ങൾ എന്തായാലും പോയി കാണാം. പിന്നെ അടുത്തത് നമ്മുടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച്, ആ സിനിമ എടുത്തു, എന്നിട്ട് ഏറ്റവും അവസാനം നമ്മുടെ വില്ലനെ കാണിച്ചില്ല. അപ്പം ഇത് നിങ്ങൾക്ക് ഒരു നിരാശ തോന്നിയേക്കാം. എനിക്കും സിനിമ കണ്ടത് നിരാശ തോന്നി. പക്ഷെ ഇതൊരു കിടിലൻ സാധനമാണ്. മേ ബി അങ്ങനെ വന്നുകൂടെ, വില്ലനെ കാണിക്കണം എന്നില്ലല്ലോ. അത് പിന്നീട് എനിക്ക് ആലോചിച്ചപ്പോൾ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിനിമ ഒട്ടും തന്നെ ബോറടിക്കില്ല. സിനിമ എനിക്ക് വിജയിച്ചില്ലെന്ന് തോന്നുന്നു. മേ ബി ഒരു കാരണം കൊണ്ടാവും. എന്തായാലും നിങ്ങളത് അഭിപ്രായം ജസ്റ്റ് കമന്റ് ചെയ്തേരെ. അടുത്ത സിനിമയാണ് നമ്മുടെ ഈ ലിസ്റ്റിലെ ലാസ്റ്റ് സിനിമ, തങ്കം എന്ന സിനിമ. നമ്മുടെ ബിജു മേനോനുണ്ട്, വിനീത് ശ്രീനിവാസനുണ്ട്, രണ്ടുപേരാണ് മെയിൻ ലീഡ്. പിന്നെ വേറൊരു ക്യാരക്ടറുണ്ട്, പോലീസുകാരൻ. കിടു ക്യാരക്ടറാണ്, ഞാൻ പേര് മറന്നുപോയി. സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. നമ്മുടെ കുറ്റവിശിഷ്യ പോലെ വേണമെങ്കിൽ കമ്പയർ ചെയ്ത് പറയാം. ഞാൻ ആ രണ്ട് സിനിമ ഏകദേശം ഒരേ സമയത്താണ് കണ്ടത്. കുറച്ച് പണ്ട് കണ്ടാണ്. ഈ സിനിമ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നി. ഒരു കിടിലൻ പ്ലോട്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. കുറ്റവിശിഷ്യ പോലെ തന്നെ റോ ആണ്. അങ്ങനെയുള്ളവർ പോയി കാണാം. അത്യാവശ്യം, അതായത് സ്ലോ എന്ന് പറയാനുള്ള, അതായത് ഭയങ്കര റോ ബേസിൽ പോണ സിനിമ. ഭയങ്കര നാച്ചുറലായിട്ട്, പിന്നെ പ്രതികളെ പിടിക്കാൻ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. തങ്കമായിട്ടുള്ള ബേസ് ചെയ്ത് അങ്ങനെ. ബിജു മേനോനായി പോലും നമ്മുടെ വിനീത് ശ്രീനിവാസൻ രണ്ടുപേരും നല്ല കിടലായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ്. ആരും പറയണത് കേട്ടിട്ടില്ല സിനിമയെ പറ്റി. നമ്മുടെ ഭാവന സ്റ്റുഡിയോസ് ആണ്, പ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഇത്ര ലിസ്റ്റില്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എൻ്റെ ലിസ്റ്റിനോട് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാണ്ടെങ്കിൽ എനിക്കൊന്ന് പൃഥ്വിരാജിന്റെ സിനിമയൊക്കെ മിക്കവാറും നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം. നമ്മുടെ 7 ആയിപ്പോലും ഞാൻ ഉൾപ്പെടുത്തിയില്ല, കാരണം ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്. എന്തായാലും നിങ്ങളുടെ അടുത്ത് ജെന്യൂൻ കാര്യം തന്നെ ഞാൻ പറയണമല്ല. ഈ ഇത്രം പറഞ്ഞ സിനിമയിൽ എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ കാണാത്തുള്ള സിനിമ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറയാം. റെഡ് ട്രെയിനൊക്കെ മേ ബി നിങ്ങൾ ഇടാം തോന്നെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇടാം കമന്റ് ബോക്സിൽ. ഞാൻ എന്തായാലും ഇത്രയും സിനിമയിൽ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് എന്തെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ അതും പറയാം കമന്റ് ബോക്സിൽ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എനിക്ക് കേൾക്കണം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ മലയാളത്തിലെ മറ്റ് സിനിമകളെ പറ്റിയുള്ള ലിസ്റ്റൊക്കെ ഇടാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ നിർത്താം. അപ്പോൾ അടുത്ത റിവ്യൂ അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.